മഴ തോരും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയുടെ വാക്കുകൾ കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോള് പൊന്നുപോലെ ഇവിടെ താമസിച്ചതുപോലെയല്ല അവിടെ താമസിക്കാൻ പോകുന്നത്, അത്രയ്ക്ക് നല്ലതുപോലെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് പൊന്നുപോലെ നോക്കിയിരുന്നാലും എനിക്ക് ഇവിടെ തന്നെയാണ് എനിക്കിഷ്ടവും, എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുക, എനിക്കും അതുപോലെ തന്നെയാണ്. എനിക്ക് ഇപ്പോൾ കണ്ടില്ലേ നീ കോഫി കൊണ്ടുവരുന്നത്, എനിക്കിതുപോലെ നീ പോയാൽ പിന്നെ നിന്നെപ്പോലെ ഇങ്ങനെയുള്ളവർ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ഇവിടെ കൃഷ്ണയും ബബിതയും എല്ലാവരും ഉണ്ടല്ലോ, എന്നാലും എന്ന് നീ ആയിരുന്നില്ലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കിയിരുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഇല്ലാതാവുമ്പോഴത്തേക്കും എന്തുമാത്രം പ്രയാസം ഉണ്ടാവുമെന്ന് അറിയാവോ? പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ വെറുക്കുന്ന ആളെ തന്നെ തേടിപ്പോയി. ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചതിന് മുഖ്യ കാരണം വെച്ചാൽ നിന്നെ ഓർത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ട് വന്നിട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു നീ. ഇപ്പോഴാണെങ്കിൽ വൈജയന്തിയുടെ കൂടെ നിന്ന എൻ്റെ 2 മക്കൾ കൂടെ നിൻ്റെ വശത്ത് ആയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടത്ത് നിന്ന് നിന്നെ ദ്രോഹിക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്നത്. പക്ഷേ അവർക്കൊരു കാര്യം വന്നപ്പോൾ നീ അവർക്ക് താങ്ങായി നിന്നത് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വെളിച്ചമായിട്ട് നീ നിന്നവളാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഹോൺബില്ലടിക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ നിൽക്കുക, അവിടെ ഗോവർദ്ധൻ വന്ന് നിൽക്കുന്നുണ്ട്. നിന്നിട്ട് പറയുക, എന്താ അലീന സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിന്നിട്ട് നോക്കുക, വൈജയന്തിയുടെ മകളാണോ ഇത്, അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചോ? എന്നാൽ ബാലചന്ദ്രൻ്റെ ആ കാര്യങ്ങൾ കേട്ട് എല്ലാം ഞെട്ടിയിരിക്കുകയാണ് ഗോവർദ്ധൻ. ആരും അറിയാതെ എന്നെ കൂടെ കൊണ്ടുപോയി അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു ധൈര്യമില്ലേ, അതാ എനിക്ക് ഏറ്റവും വലിയ മനസ്സായിട്ട് ബാലചന്ദ്രനിൽ കാണുന്നത് എന്ന് അലീനടുത്ത് പറയുന്നുണ്ട്. എന്തായാലും സന്തോഷമായി. മോളുടെ ഈ ഒരു ജീവിതം വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 23 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ അമ്മയും അച്ഛനെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ മോളെ അംഗീകരിക്കുന്ന രീതിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാൽ മോളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനടുത്ത്. ആ സമയത്ത് ഗോവർദ്ധൻ പറയുക, എന്തായാലും നല്ല കുട്ടിയാണ് അലീന, അതുകൊണ്ട് മാത്രം നല്ലത് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ബാലചന്ദ്രൻ മോക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവിടെ പോയി കണ്ടായിരുന്നു, മോക്കവിടെ ഒന്നിനും ഒരു കുറവും കാണില്ല. നല്ലൊരിടം തന്നെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് മോൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത്, സ്വന്തം അച്ഛൻ്റെ അടുത്താണ് പോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ബാലചന്ദ്രനും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണ പറയുക, ചേച്ചി പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താണെന്നറിയില്ലാത്തത് വിഷമം ഇപ്പോഴേ തുടങ്ങിയിരിക്കുക. ഇനിയാണെങ്കിൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അമ്മയും അച്ഛനും അതുപോലെ ഇവിടെ ബാക്കി എല്ലാവരും ഇല്ലേ? ഞാൻ ഇവിടെ ഒന്നുമല്ലോ പോകുന്നത്, ഞാൻ പോയിരുന്നാലും ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ രോഹിത്തും ബബിതയും വരുന്നു. ഭയങ്കര വിഷമഭാവത്തോടെയാണ് നിൽക്കുന്നത്. എന്ത് പറയണമെന്നറിയാതെ. അവരടുത്തും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്താ നിങ്ങൾ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ ചായക്ക് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി എത്ര നാളാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആ കാര്യത്തുനിന്ന് ഓട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാര്യം നിങ്ങളെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളും, അതെൻ്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണോ ഞാനിവിടെ വേലക്കാരിയായിട്ട് വന്നത് അതുപോലെ തന്നെയാണ് ഞാൻ പക്ഷേ പോകുന്നത് അതുപോലെ അല്ലല്ലോ, ഇപ്പോൾ വലിയ മാറ്റം വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര മാറ്റം ഉണ്ടായിരുന്നാലും എനിക്കുള്ള ജോലി എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും കൃഷ്ണ പറയുക, ഇത്രയും ദിവസം അടുക്കളയിൽ കയറാത്തവർ അടുക്കളയിൽ കയറി തുടങ്ങിയത് അലീന ചേച്ചി വന്നത് പിന്നെയാണ്. അല്ലെങ്കിൽ കാലുമേ കാലും ഇട്ട് ഇരുന്ന് ആഹാരം കഴിച്ചും ഇരിക്കുന്നിടത്ത് എല്ലാം കൊണ്ടുകൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഇവരുടേത്. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വന്നത് ചേച്ചിയുടെ ഈ വരവോട് കൂടി തന്നെയാണ്. അതുമാത്രമല്ല, അംഗീകരിക്കുന്ന ആ ദിവസം
ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ അംഗീകരിക്കുന്ന ദിവസം, എന്താ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി ഇവിടുന്ന് പോകുന്ന ദിവസം അന്ന് എല്ലാവരും മനസ്സിലാക്കും ചേച്ചിയുടെ വില എന്താന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായല്ലോ എന്ന് ബബിത പറയുന്നുണ്ട്. അതല്ല എന്താ കാര്യമെന്ന് നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ഒന്നും മനസ്സിലായില്ല. നമ്മളെ കൂടെ എന്തിനാ ഇത്രയും സ്നേഹം കാണിക്കുന്നു, നമ്മളെ കൂടെ ഇത്രയും താഴ്ന്ന് ഇതെന്ത് പറഞ്ഞിരുന്നാലും ഒന്നും പറയാതെ സ്വന്തം ചേച്ചി പോലെ നിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ഒരു കഴിവ് തന്നെ ചേച്ചിക്ക് ഉണ്ടായിരിക്കണം, ഒരു മനധൈര്യം തന്നെ എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാതൃക തന്നെയാണ് ചേച്ചി എന്ന് കൃഷ്ണ പറയുമ്പോഴത്തേക്കും രോഹിത് പറയുക, എന്തെല്ലാം വലിയ വാക്കുകൾ പറയാൻ പഠിച്ചിരിക്കുന്നു, അതെല്ലാം ചേച്ചിയുടെ വരവ് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഞങ്ങളെ കാണാൻ ഇടയ്ക്കൊക്കെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞാനാണെങ്കിൽ പറ്റുമെങ്കിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, രേവതിക്കുട്ടി വിളിച്ചായിരുന്നു മാമച്ചനുമായിട്ട് ഇങ്ങോട്ടൊരു ദിവസം വരുമെന്നും പറയുന്നുണ്ട്. അവരാണെങ്കിൽ വന്നാൽ നിന്നിട്ടേ പോകാറുള്ളൂ എന്ന് ചേച്ചി പറയണം കേട്ടോ. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അലീന. അതെന്താണെന്നോ, ഞങ്ങളവിടെ പോയിട്ട് കുറേ ദിവസം നിന്ന് അവരെ ബുദ്ധിമുട്ടിച്ചതല്ലേ, ഇനി അവരിങ്ങോട്ട് വരട്ടെ, അവർ വന്നിട്ട് നമ്മളെയും ബുദ്ധിമുട്ടിക്കുമെന്ന് നോക്കാമല്ലോ. ഒന്നാമത് രേവതിയുടെ സ്വഭാവം അനുസരിച്ച് ഈ വീടിനെ മറിച്ചിടുന്ന എല്ലാ കോളും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക കൃഷ്ണയുടെ അടുത്ത്, കണ്ടോ, അല്ലെങ്കിൽ ആദ്യം ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്നതാ, ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നത് ആ വീട്ടിൽ പോയേ പിന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഭവിതയും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അവിടെ പോയി പിന്നെയാണ് ഇതിൽ ചിരിക്കാനൊക്കെ തുടങ്ങിയത്, അവിടുത്തെ ആ കുട്ടിയുടെ തമാശ കേട്ട് ചിരി തുടങ്ങിയത് അപ്പം മുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ ഓരോരോ കാര്യം വേണ്ടേ, എന്തായാലും വരട്ടെ, ഞാൻ പോകും മുമ്പേ വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഒന്ന് വിളിച്ചു നോക്കണം എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ ഗോപത്തിന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുക, വിഷമിക്കൽ, താൻ തളർന്നിരിക്കുന്ന നിമിഷമാണ്, എന്തായാലും വൈജയന്തി വരുമല്ലോ, വൈജയന്തി വരുമ്പോൾ ഇതൊന്നും ആദ്യം പറയാൻ നിൽക്കരുത്, നിൻ്റെ ജീവിതം വെച്ചുള്ള കളിയാ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ജീവിതമോ അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഒരു വിലയില്ലാത്തവനായി ഈ വീട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ, കുറേ ഒന്നുമില്ല, 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാനാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നടന്നത്. പക്ഷേ ഇവിടെ വന്നേ പിന്നെ, കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ ഞാനൊരു പട്ടി പോലെ ആയിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ചതിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല ഈ കുടുംബക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഗോവർദ്ധൻ പറയുക, എന്തായാലും തനിക്ക് ഇതുപോലത്തെ ഒരു മോളെ നിനക്ക് കിട്ടിയില്ലേ, അതൊരു നിമിത്തമാണെന്ന് കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീനയുടെ അടുത്ത് ഉള്ള സ്നേഹം എനിക്ക് അവളുടെ അടുത്ത് വൈജയന്തിയുടെ അടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് സാധിക്കില്ല, എനിക്ക് വെറുപ്പോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അവൾ വരുന്ന നിമിഷം ഞാനിവിടെ കാണില്ല, എല്ലാ സത്യങ്ങളും അറിയുന്ന നിമിഷമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു അവസാന ഘട്ടമെന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്, എന്തായാലും അവൾക്ക് 3 ആങ്ങളമാരുണ്ടല്ലോ, ആ ആണുങ്ങളെല്ലാവരും ഇവിടെ തന്നെ വരട്ടെ, നിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ ഗോവർദ്ധൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആര് വന്നിരുന്നാലും എനിക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ഞാനിനി ഒന്നും ആലോചിക്കുകയും ചെയ്യുന്നില്ല, എനിക്കിനി എൻ്റെ അലീന പോകുമ്പോഴുള്ളൊരു വിഷമം എനിക്ക് ഇപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ മനു വരുന്നുണ്ട്. മനു ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്. താനെന്താ എന്നെ വിട്ട് പോവാൻ പോവുകയാണോ, എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്താ എനിക്കൊരു റിപ്ലൈ തരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ റിപ്ലൈ തന്നില്ല എങ്കിലും എൻ്റെ ചിരിയിലൂടെയും ഒക്കെ മനസ്സിലായില്ലേ എനിക്കിഷ്ടമാണെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടം തന്നെയാണ്, എനിക്ക് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല, എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരെയും എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ എന്താ പറയണമെന്ന് എനിക്ക് ഈ നിമിഷം വരെ അറിയില്ല, എൻ്റെ അടുത്ത് വെറുപ്പൊന്നും തോന്നരുത്, ഞാൻ പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സ്ലാൻലി വരുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട് അലീന, കണ്ടിട്ട് നല്ല നോക്കി നിൽക്കുന്നുണ്ട് അലീനയെ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളില്ലാത്ത ഒരച്ഛൻ ഇപ്പം വന്നിരിക്കുന്നു, ഇനിയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടുത്തെ അച്ഛൻ കാരണോ നിങ്ങളിവിടെ വരാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. മനു ഇതാരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അടുത്ത് ഇത്രത്തോളം സംസാരിക്കാൻ അത്
താനാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. താനെന്ന് പറയുന്ന ആരാന്ന് മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. ഇതാ അലീനയുടെ അച്ഛൻ. അങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മനു. ഇതാണോ അലീനയുടെ അച്ഛനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബഹുമാനത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീന പറയുക, എന്തായാലും ഈ ഇവനാണെങ്കിൽ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് വൈജയന്തിയുടെ ആംഗ്ലയുടെ മകനാ, ഇതാ എൻ്റെ മുറപ്പെണ്ണ എന്ന് മനു പറയുന്നുണ്ട്. അത് കേട്ടതും പറയുക, ഇതെൻ്റെ മകളാ, ആർക്കും ഒരു അവകാശവും ഞാനാണെങ്കിൽ അവളെ കൊണ്ടുപോകാൻ പോവുക, ഇനി ആരും ഒരു അവകാശം പറഞ്ഞ് അങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, എന്നു മുതലാണ് ഈ അവകാശം പറയാൻ തുടങ്ങിയത്? 33 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളാണെങ്കിൽ എൻ്റെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു കുട്ടി വയറ്റിലുണ്ടെന്നറിയാം, എന്നിട്ടും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞില്ലേ? ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ആ കുട്ടി എന്ന് പോലും ഇത്രയും നാളായിട്ട് തിരക്കിയില്ല. പിന്നെ എന്തിനാ ഇപ്പോൾ ഒരു അവകാശം പറഞ്ഞ് വരുന്നത്? പിന്നെ ഇവിടുത്തെ അച്ഛൻ വന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് എന്നെ കാണാൻ വന്നത്. ആ ഒരു അകലം കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും അവകാശത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ നിൽക്കല്ലേ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അനാഥത്വം നിറഞ്ഞതായിരുന്നു. എനിക്കിത്തിരി വെളിച്ചം കിട്ടിയത് തന്നെ ഇവിടെ വന്നപ്പോഴാണ്, ഇവരുടെ ജീവിച്ചപ്പോഴത്തേക്കാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അവകാശം പറയുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പുച്ഛമാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഒരു അക്ഷരം മിണ്ടാതെ സ്റ്റാലിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, അങ്ങനെയൊന്നും പറയില്ല മോളെ, എന്തായിരുന്നാലും നിൻ്റെ അച്ഛനല്ലേ. അല്ല, ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കരച്ചിൻ്റെ വില ഇവർക്ക് അറിയില്ല. എന്നാലും പണ്ട് സ്നേഹിച്ചിരുന്ന സമയത്തും അമ്മയായിട്ട് അവിടെ ആഗ്രയിലുണ്ടായിരുന്ന സമയത്തും ഇവർ നല്ല സ്നേഹത്തിലായിരുന്നുവെങ്കിലും പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഇപ്പോൾ അമ്മ ആലോചിക്കുന്നില്ല, എന്നെയും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ വേറൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നതും ഇങ്ങനെയൊക്കെ ആയതും. അതുകൊണ്ട് കുറേ ബന്ധങ്ങളാണ് ഇതുവഴി നഷ്ടപ്പെടുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു ഇത് എനിക്കെല്ലാം ഉണ്ട്. എന്തായാലും അത് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ഒരാളായിപ്പോയി എൻ്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രനും ഗോവർദ്ധനും പറയുക, എന്തായാലും നമ്മൾ വിളിച്ചിട്ട് വന്നയാളെ അപമാനിച്ച് വിടരുത്. എന്തായാലും ആ നിൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അപ്പോഴത്തേക്ക് മനു പറയുക, എനിക്ക് മനുവിൻ്റെ അടുത്ത് കാര്യം പറയാനുണ്ട് എന്ന് പറയുന്ന ബാലചന്ദ്രൻ പറയുക, മനു നീ ഇനി ഒരു കാര്യം ചെയ്യണം. നീയാണെങ്കിൽ അലീനയെ ഇഷ്ടപ്പെടുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് കല്യാണം നടത്തണമെങ്കിൽ ഇനി അവളെ അച്ഛനും കൂടെ തീരുമാനിക്കണം, എന്നാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. ആ സമയത്ത് മനു പറയുക, ഞാൻ കണ്ടപ്പോഴും പരിചയപ്പെട്ടപ്പോഴും ഇത്രത്തോളം ആയപ്പോഴത്തേക്കും ആരുമില്ലായിരുന്നു. ഇവിടെ മാത്രം ഉണ്ടായിരുന്നത് അങ്കിള, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും. അപ്പോഴത്തേക്കും അവൾ അച്ഛനെയൊന്നും കണ്ടില്ലല്ലോ. ഇപ്പം പിന്നെ ഒരു അവകാശം പറഞ്ഞു വരുന്ന ആളടുത്ത് ഞാൻ അത് കാരണം എൻ്റെ ഇഷ്ടം മാറ്റി വയ്ക്കണോ? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും എനിക്ക് അലീനയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ മുറപ്പെട്ട് തന്നെയാണ്, ഞാൻ തന്നെ അവളെ കല്യാണം കഴിക്കും. അതെൻ്റെ തീരുമാനമാണ്. ഞാനത് അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, ഇനി അച്ഛനും കൂടെ തീരുമാനിച്ചാലേ കല്യാണം നടക്കത്തുള്ളൂ. അതുമാത്രമല്ല, അവളെ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അവൾക്കിപ്പോൾ എല്ലാവരും ഉണ്ട്. അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ തിരിച്ചറിയുന്നത് അച്ഛൻ മാത്രമാണ്. അത് മനസ്സിലാക്കണം. എന്തായാലും വൈജയന്തി അറിയുന്ന ആ സമയത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് എനിക്കെന്നെ പറയാൻ പറ്റില്ല. അവളുടെ ആ സാഹചര്യം എന്തായിരിക്കുമെന്നും എപ്പോഴും വേണമെങ്കിലും എന്ത് പൊട്ടിത്തെറിയും സംഭവിക്കാം. ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്ന് ഗോവർദ്ധനും